success. വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്ന് കേരള സ്റ്റൈൽ വെജിറ്റേറിയൻ മീൽസ് ഐഡിയ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ റെസിപ്പീസിൽ കൂടുതലും നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 വെജിറ്റബിൾസ് മിക്സ് ചെയ്തിട്ടുള്ള കറികളാണ്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് മഞ്ഞക്കറിയാണ്, മഞ്ഞച്ചാറ്. ആദ്യം തന്നെ ചട്ടി ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ആൻഡ് അതിലോട്ട് കുറച്ച് കടുക്, കുറച്ച് ഉലുവ, ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഞാൻ 1 കപ്പ് തൈരിനുള്ള ക്വാണ്ടിറ്റിയാണ് പറയാൻ പോകുന്നത്. 2 പച്ചമുളക്, 2 ചെറിയ പീസ് ഇഞ്ചി ആൻഡ് 4 വെളുത്തുള്ളി. ഇത്രയൊന്ന് ചതച്ചിട്ട് നമ്മൾ നേരത്തെ പൊട്ടിച്ച കടുകിലോട്ട് ആഡ് ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒരു ഉണക്കമുളകും കൂടി ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേർഡ് ആഡ് ചെയ്യാനായിട്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചൂട് കുറച്ചൊന്ന് ആറിക്കഴിയുമ്പോൾ 1 കപ്പ് കേർഡ് ആഡ് ചെയ്യാം. കേർഡ് ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി കേർഡ് ആഡ് ചെയ്യുക. ആൻഡ് കേർഡ് ആഡ് ചെയ്തിട്ടും ഇതുപോലെ സ്റ്റേർ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്യാം. നമ്മുടെ മഞ്ഞച്ചാറ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് കറി ഉണ്ടാക്കാം. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും വീട്ടിൽ ചെയ്യുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ആയിട്ടുള്ള ചമ്മന്തിയാണ് ചെയ്യാൻ പോകുന്നത്. ബട്ട് ചെറിയൊരു വ്യത്യാസം ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയുടെ കണക്കാണ് പറയാൻ പോകുന്നത്. ഒരു 5 ഉള്ളി, ചെറിയൊരു പീസ് വാളംപുളി ആൻഡ് 5 പച്ചമുളക്. ഇത്രയും നന്നായിട്ടൊന്ന് ചതയ്ക്കാം. ഇപ്പം നിങ്ങൾ ഗ്രൈൻഡറിലാണ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇനി കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ആൻഡ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിനെപ്പോഴും ഉപ്പും പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ കൂടുതൽ നിൽക്കണതാണ് നല്ലത്. നന്നായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പുളിയും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്യുക. ആൻഡ് അഗെയിൻ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഇതിപ്പോൾ ലൂബിക്കയും ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ബട്ട് ഇങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റാണ്. കണ്ടിട്ട് തന്നെ കൊതി വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിച്ചമ്മന്തി വിത്ത് കോക്കനട്ട് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഡിഷ് ചെയ്യാം. നെക്സ്റ്റ് ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസൺ ആയതുകൊണ്ട് ഞാൻ ചക്കക്കുരുവും കപ്പയും കൂടിയായിട്ട് ഒലത്തിയ ഒരു കറിയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു 1/2 kg കപ്പയും ഒരു 12 ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഇട്ട് രണ്ടും കൂടി കുക്ക് ചെയ്തെടുത്തു. ഞാനൊരു 5 ചെറിയ ഉള്ളിയും ഒരു 15 വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചക്കക്കുരുവും കപ്പയൊക്കെ ആയതുകൊണ്ട് ഗാർലിക്ക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. പാൻ ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. ഈ ഒരു ഡിഷിനൊക്കെ എപ്പോഴും കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാനാണ് നല്ലത്. ആൻഡ് കടുക് ആഡ് ചെയ്യുക, ഉണക്കമുളക് ആൻഡ് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഉള്ളിയും വെളുത്തുള്ളി. ഇപ്പോൾ നിങ്ങൾ മിക്സർ ജാറിലാണ് ചതയ്ക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ആൻഡ് കറി ലീവ്സ് കുറച്ച് ആഡ് ചെയ്യുക. നമ്മൾ കപ്പ ചക്കക്കുരുവും വേവിച്ചപ്പോൾ മഞ്ഞപ്പൊടിയും ഉപ്പും ആഡ് ചെയ്താണ് വേവിച്ചത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം സോൾട്ടും ടേമറിക്കൊക്കെ ആഡ് ചെയ്യാനായിട്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് ചതച്ച മുളക് ആഡ് ചെയ്യുക. ഞാനൊരു 2/4 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ചക്കക്കുരുവും കപ്പയും ആഡ് ചെയ്യാം. ആൻഡ് നന്നായിട്ട് മിക്സ് ചെയ്യാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കപ്പയും ചക്കക്കുരുവൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഗാർലിക്ക് ഇട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ഇനി ജസ്റ്റ് സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കപ്പയും ചക്കയും ഉലത്തിയതിപ്പോൾ ചക്കക്കുരു ഒലത്തിയതും റെഡി ആയിട്ടുണ്ട്.
നെക്സ്റ്റ് നമ്മൾ മത്തങ്ങയും കുമ്പളങ്ങയും കൂടി ഒരുമിച്ച് ഓലൻ വെക്കാൻ പോവാണ്. അപ്പോൾ അത് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയിൽ വേണം എടുക്കാനായിട്ട്. കുമ്പളങ്ങ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ആൻഡ് മത്തങ്ങയും അതേ സൈസിൽ തന്നെ കട്ട് ചെയ്യുക. ആൻഡ് 2 പച്ചമുളക് ഇതുപോലെ സ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുക. ആൻഡ് രണ്ടാം പാൽ ഈ കുമ്പളങ്ങയും മത്തങ്ങയും മുങ്ങിക്കിടക്കണ പോലെ രണ്ടാം പാലായിട്ട് ആഡ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ചിലർ ഉള്ളി ആഡ് ചെയ്യാറുണ്ട്, ബട്ട് എനിക്ക് ഈ ഉള്ളിയുടെ ടേസ്റ്റ് ഓലനിൽ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി ഈ വെന്ത മത്തങ്ങയും കുമ്പളങ്ങയും ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ആൻഡ് ബാക്കിയുള്ള വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത് കളയാം. ഈ വെള്ളം നന്നായിട്ട് വറ്റിയിട്ട് വേണം കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്യാനായിട്ട്. ആൻഡ് ഫ്ലെയിം കുറച്ച് വെച്ച് കട്ടിയുള്ള പാൽ ആഡ് ചെയ്യാം. ഞാനൊരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റർ ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് കട്ടിയാവുന്നവരെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യാം. ഇനി സോൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്യാം. ആൻഡ് ഫ്ലെയിം ഓഫ് ചെയ്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങയും കൊണ്ടുള്ള ഓലൻ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ക്യാരറ്റും ചേനയും കൂടി ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്യാരറ്റും ചേനയും ഇതുപോലെ തിൻ സ്ലൈസ് ആയിട്ട് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യണം. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, ബട്ട് ഏത് രീതിയിലാണെങ്കിലും തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതിലോട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ആൻഡ് ടർമറിക് പൗഡർ ആവശ്യത്തിന് ആഡ് ചെയ്യുക. ആൻഡ് പെപ്പർ പൗഡറും ഒരു ചെറിയൊരു പിഞ്ച് ആഡ് ചെയ്യുക. ആൻഡ് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയൊരു 1/2 hour മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക. അതിൻ്റെ ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ക്യാരറ്റും ചേനയും ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റി വെക്കാം. സെയിം ഓയിലിലോട്ട് തന്നെ കുറച്ച് കറി ലീവ്സും കുറച്ച് ഉള്ളി അരിഞ്ഞതും കുറച്ച് ഗാർലിക്കും പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ചെറിയൊരു പിഞ്ച് ചതച്ച മുളകും കൂടി ആഡ് ചെയ്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ക്യാരറ്റ് ആൻഡ് ചേനയിലോട്ട് ആഡ് ചെയ്യാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ആൻഡ് ചേന ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ബീറ്റ്റൂട്ടും വൈറ്റ് കടലയും മിക്സ് ചെയ്തിട്ടുള്ളൊരു തോരനാണ്. ഞാനൊരു ചെറിയ ബീറ്റ്റൂട്ട് എടുത്തിട്ടുള്ളൂ. അത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. അതിനൊരു 1/4 കപ്പ് വൈറ്റ് കടല വേവിച്ചത്, ആൻഡ് പച്ചമുളക്, വേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ആൻഡ് ഗ്രേറ്റ് ചെയ്ത് കോക്കനട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്യാം. ഇനി കുക്ക് ചെയ്യാം. പാൻ ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ എടുത്താലും മതിയാവും. നമ്മൾ ക്യാരറ്റും ചേനയും കൂടി ഫ്രൈ ചെയ്ത ഓയിൽ ജസ്റ്റ് ഒന്ന് അരിച്ച് എടുത്താലും മതിയാവും. കടുക് ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച ബീറ്റ്റൂട്ടും വൈറ്റ് കടല വേവിച്ചതും കൂടി ആഡ് ചെയ്യാം. ആൻഡ് വെള്ളം ഒഴിക്കാതെ തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കാം. സോ അഥവാ വെള്ളം ഒഴിക്കുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്ത് ഒരു 1 ടേബിൾ സ്പൂൺ വാട്ടറൊക്കെ ആഡ് ചെയ്ത് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതിയാവും. ഈ ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് കുറേ പേർക്ക് ബീറ്റ്റൂട്ടിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ബീറ്റ്റൂട്ട് ആയതുകൊണ്ട് എപ്പോഴും ഇതുപോലെ സോട്ടേ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട്. ആൻഡ് ഞാനിതിൽ ചെറിയൊരു പിഞ്ച്
നമ്മുടെ സാദാ ജീരകത്തിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ ഓപ്ഷണലാണ്. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യാം, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട്. നെക്സ്റ്റ് അമരപ്പയറും ഗ്രീൻ പീസ്, നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസും കൂടി ഉലത്തിയതാണ്. അപ്പോൾ ഞാൻ അമരപ്പയർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഗ്രീൻ പീസിൻ്റെ കൂടെ ഇട്ട് പതിയെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി വെള്ളം ആഡ് ചെയ്തൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ആഡ് ചെയ്ത് പാൻ ചൂടായി കഴിയുമ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക ആൻഡ് കടുക്. ഈ ഒരു ഡിഷിന് നമ്മൾ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് വെളുത്തുള്ളി കുറച്ചധികം വേണം, പച്ചമുളക് ആൻഡ് കുറച്ച് ഉള്ളി ആൻഡ് കറി ലീവ്സ് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. വെളുത്തുള്ളിയുടെ ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതലുള്ളതാണ് നല്ലത്. ആൻഡ് ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ വാടിയാൽ മതി. ഇനി നമ്മൾ വേവിച്ച് വെച്ച അമരപ്പയറും ഗ്രീൻ പീസും ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. നമ്മളിത് കുക്ക് ചെയ്ത കാരണം ഇനി കുറച്ച് നേരം എടുക്കുള്ളൂ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഈ അമരപ്പയർ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഓവറായിട്ട് കുക്കായി പോവാതെ നോക്കണം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ഡിഷിന് എപ്പോഴും ഗാർലിക്കിൻ്റെ ഫ്ലേവറും പച്ചമുളകിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളതാണ് നല്ലത്. ഇതുപോലെ നല്ല ഡ്രൈ ആക്കി സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചെറിയൊരു പിഞ്ച് പെപ്പറും കൂടി ആഡ് ചെയ്യാം. ആൻഡ് ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അമരപ്പയറും ഗ്രീൻ പീസും ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ വെജ് മീൽസ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ചെറിയൊരു മധുരം കൂടി വേണം. അപ്പോൾ ഞാൻ ഇന്ന് ചക്കപ്പായസമാണ് റെഡിയാക്കുന്നത്. നല്ലതായിട്ട് പഴുത്ത ചക്ക ഞാൻ ഇതുപോലെ കുരുവും അതിൻ്റെ എന്ത് സാധനം അല്ല ഉള്ളിലെ സാധനം പറഞ്ഞാൽ മതി, അത് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ആൻഡ് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്യാം. പതുക്കെ ചെറിയ ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകരുത്, ജസ്റ്റ് ചെറിയ പീസസ് ഉള്ള പോലെ വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇനി പാനിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്യുക. ആൻഡ് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞത് എപ്പോഴും മറക്കരുത്, ഒരുപാട് അങ്ങ് ഗ്രൈൻഡായി പോകരുത്, ചെറിയൊരു പീസ് ഇരിക്കുന്ന പോലെ വേണം ഇത് ചക്ക ക്രഷ് ചെയ്യാനായിട്ട്. ഞാനിതിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ചക്ക എടുത്തിട്ടുള്ളൂ, ഒരു 250 ഗ്രാംസ് ഒക്കെ ഉള്ളൂ. ആൻഡ് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്യുക. ആൻഡ് ശർക്കര ഉരുക്കി അരിച്ച് ഇതിലേക്ക് ആഡ് ചെയ്യുക. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ശർക്കര ആഡ് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ വീക്ക്ലി പ്രെപ്പിൽ ഈ ശർക്കര ഉണ്ടാക്കി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിലും പായസമൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ശർക്കരയും ചക്കയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ച് കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലൊക്കെ മതിയാവും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് എടുക്കാം. ഇനി കുറച്ച് ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ചക്ക പഴുത്തതുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ബട്ട് ഇതിപ്പോൾ ഞാൻ അറിയാതെ എല്ലാം വേവിച്ചു പോയി. ഞാൻ കുറച്ചുകൂടി തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് ഏലക്ക ചതച്ച് അതിൻ്റെ ഉള്ളിലെ മാത്രം, അല്ലെങ്കിൽ ഒന്ന് അരിച്ചിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. നമ്മുടെ ഇപ്പോൾ ചക്ക പായസവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജ് മീൽസ് ഐഡിയയിലെ ഡിഷസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താലിയിലൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന മഞ്ഞച്ചാറ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ മറക്കണ്ട, എപ്പോഴും ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേർഡ് ആഡ് ചെയ്യാനായിട്ട്. നമ്മൾ ഉള്ളി ചമ്മന്തി വിത്ത് കോക്കനട്ട് മിൽക്ക്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലൂബിക്കയും ഉപ്പുമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതിൽ ജസ്റ്റ് നന്നായിട്ട് തിരുമ്മി ഇതുപോലെ ചെയ്യാവുന്നതാണ്. വേറെ ഒരു കറിയില്ലെങ്കിലും ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ഹാപ്പി ആയിരിക്കും. ഇനി നമ്മൾ ക്യാരറ്റും ചേനയും കൂടി ഫ്രൈ ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ അമരപ്പയറും ഗ്രീൻ പീസും ഉലത്തിയത്. ഈ വെജ് മീൽസ് ഒക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും ഡിഫറെൻറ്റ് കളറിലെ വെജിറ്റബിൾസ് യൂസ് ചെയ്ത് വേണം എപ്പോഴും ചെയ്യാനായിട്ട്. അത് കാണാനും ഭയങ്കര അപ്പീലിംഗ് ആണ്.
അതുപോലെ തന്നെ വിറ്റമിൻസിൻ്റെ ലെവൽ നോക്കിയാലും നമുക്കത് ഭയങ്കര നല്ലതാണ്. നെക്സ്റ്റ് നമ്മുടെ ബീട്രൂട്ടും വൈറ്റ് കടല വേവിച്ചതും കൂടി ആയിട്ടുള്ള തോരൻ. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ പീസ് ആണെങ്കിലും യൂസ് ചെയ്യാം, ആൻഡ് കറുത്ത കടലയാണെങ്കിലും യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എപ്പോഴും പ്രോട്ടീനും കൂടി ആഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് നമ്മുടെ ചക്കയല്ല, ചക്കക്കുരു മറ്റേ കപ്പയും കൂടി ഉലത്തിയത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് ഗാർലിക് ആഡ് ചെയ്ത് ചതച്ചമുളക് ആഡ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങയും കൂടിയായിട്ടുള്ള ഓലൻ. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാനെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ട്രൈ ചെയ്താണ്, ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ചക്കപ്പായസം. ഇതും ഈ സ്റ്റീൽ പാത്രത്തിൽ സെർവ് ചെയ്യാനാണ് നല്ലത്. ബട്ട് 1 2 3 4 5 6 7 സ്റ്റീൽ പാത്രമേ ഞാൻ മേടിച്ചുള്ളൂ. ആൻഡ് നമ്മുടെ വെജ് മീൽസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് പൊന്നിരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ട റൈസും എടുക്കാം, ബട്ട് എനിക്ക് ഈ വെജിറ്റേറിയൻ മീൽസിൻ്റെ കൂടെ പൊന്നിരിയാണ് കൂടുതൽ ഇഷ്ടം. ഇതൊന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൽ സെർവ് ചെയ്യുന്ന പോലെ ഒന്ന് സെർവ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, സക്സസ്. ചെറിയ വളരെ ഒരു ഡ്രോപ്പ് ഒരു ഓയിൽ ഇതുപോലെ ഒരു പാത്രത്തിൽ തേച്ചിട്ട് റൈസ് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ അമർത്തി വെക്കുക. ആൻഡ് ഇതുപോലെ പ്ലേറ്റിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇത് സെർവ് ചെയ്യാം. ഇതിപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ആദ്യം ഞാൻ ക്യാരറ്റും ചേനയും ഫ്രൈ ചെയ്തെടുത്ത്, ആൻഡ് അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിച്ചമ്മന്തി. നെക്സ്റ്റ് നമ്മുടെ കുമ്പളങ്ങയും മത്തങ്ങയും കൂടിയായിട്ടുള്ള ഓലൻ. കുറച്ച് ഉപ്പ് കുറവാണ്. ആൻഡ് ഞങ്ങളുടെ വീട്ടിലെ ഫേവറേറ്റ് നമ്മുടെ മഞ്ഞച്ചാറ് ആൻഡ് നമ്മുടെ ചക്കക്കുരുവും കപ്പയും കൂടി ഉലത്തിയത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് കേട്ടോ, വിത്ത് പപ്പടം. ആൻഡ് നമ്മുടെ ഗ്രീൻ പീസും അമരപ്പയറും കൂടിയായിട്ടുള്ള ഉലത്തിയത്. ആൻഡ് നമ്മുടെ ബീട്രൂട്ടും ചെന്ന കൂടിയായിട്ടുള്ള തോരൻ. ഇത് ഞാൻ നമ്മുടെ ആന്ധ്ര മീൽസിൽ പോയപ്പോഴാണ് ഈ ഒരു കോമ്പിനേഷൻ കണ്ടത്. അവരെപ്പോഴും അവിടെ നമ്മുടെ കൊച്ചിയിലുള്ള ആന്ധ്ര മീൽസിൽ എപ്പോഴും ഇതുപോലെ മിക്സ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് എപ്പോഴും മിക്സ് ചെയ്താണ് വെക്കുന്നത്. ആൻഡ് എനിക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ് മീൽസ്. ചോറിൻ്റെ ക്വാണ്ടിറ്റി മാത്രം കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഷേപ്പ് വേണമെങ്കിൽ ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മുടെ ചക്കപ്പായസം. ഞാൻ നട്ട്സും കിസ്മിസും ഒന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം. ആൻഡ് ഫ്രഷ് ചക്ക ഇതുപോലെ അരിഞ്ഞ് ഇതിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇത് രക്ഷയില്ല കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഈ ചക്ക പഴുത്ത ചക്ക അങ്ങനെ തന്നെ പൊളിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ കടവന്ത്ര മാർക്കറ്റ്, ആ കടയുടെ പേരറിയും, കടവന്ത്ര മാർക്കറ്റിൽ നമ്മുടെ വെജിറ്റബിൾസൊക്കെ, മൈ ഗോഡ് ആ കടയുടെ പേര് പറഞ്ഞുപോയി, വെജിറ്റബിൾസൊക്കെ വിൽക്കുന്ന ഒരു വലിയൊരു ഷോപ്പുണ്ട് അവിടെ. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതുപോലെ ചക്ക പഴുത്തതും ചക്കക്കുരു ഇതുപോലെയൊക്കെ, അതുപോലത്തെ കൂർക്ക ഇതുപോലെയൊക്കെ ക്ലീൻ ചെയ്തത് അവിടെ വാങ്ങിക്കാൻ കിട്ടും. സോ ഇത് ചക്ക പഴുത്തത് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഭയങ്കര മെസ്സാവുന്ന കാരണം ഹോൾ ചക്ക പൊളിക്കുന്നത് ഇവിടെ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് മേടിച്ചാണ്. നിങ്ങൾ ഈ ചക്കപ്പായസം ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. കടവന്ത്രയിലെ മാർക്കറ്റിൻ്റെ അടുത്ത് വലിയപാടത്ത് എന്ന് പറഞ്ഞൊരു ഷോപ്പ്, വലിയപാടത്ത് വെജിറ്റബിൾസ്, അതിൻ്റെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ ഇതുപോലെ എല്ലാം പൊളിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച ചക്കയുണ്ട്, പഴുത്ത ചക്കയുണ്ട്, കൂർക്ക അതുപോലത്തെ സാധനമൊക്കെ ക്ലീൻ ചെയ്തിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇത് പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് പഴുത്ത ചക്കയും കൂടി അരിഞ്ഞിട്ടാൽ നല്ലതായിരിക്കും. ബട്ട് ഞാനറിയാതെ ഇതെല്ലാം കൂടി നേരത്തെ ഞാൻ പറഞ്ഞു തോന്നുന്നു കുക്ക് ചെയ്തു പോയി. ബൈ.